കുളിച്ചാൽ കരിവാളിപ്പൊക്കെ ഒറ്റയടിക്ക് പോയി കിട്ടും. അമ്പോ, അപ്പൊ കെമിസ്റ്റ് പ്ലേയുടെ ഈ ഒരു ബോഡി വാഷ് വെച്ചിട്ട് ഒന്ന് തേച്ചടിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ടാനൊക്കെ പോകുന്നതാണ് ഈ കരി സ്പെഷ്യലിസ്റ്റ് പറയുന്നത്. ഇവരെ കരി സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിച്ചതിന്റെ കാര്യം ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ കൊച്ചു കൊച്ചു ഉടായ്പകളൊക്കെ കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്താണെങ്കിൽ ഈ ഒരു പറഞ്ഞ സ്ഥിതിക്ക് ഒറ്റ വാഷിൽ ടാനൊക്കെ മാറുമോ നോക്കി നോക്കണല്ലോ. എന്താണെങ്കിൽ എന്റെ ഒരു കയ്യിൽ മാത്രം ബോഡി വാഷ് നന്നായിട്ട് ഒഴിച്ച് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് ഒന്ന് കഴുകി കളഞ്ഞു നോക്കി. ഈ കയ്യിലാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയത്. ഈ കൈയും തമ്മിൽ എന്താണ് നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നത്? നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ നമുക്ക് ചെറിയൊരു തിളക്കുണ്ടാവില്ല, ചെറിയ മൈന്യൂട്ട് ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ടാൻ ഒന്നും പോയിട്ടൊന്നുമില്ല. ഒരു യൂസ് കൊണ്ടൊന്നും ടാൻ പോകണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഒരു 30 ദിവസമെങ്കിലും ഉപയോഗിച്ച് നോക്കിയാലാണ് അതിന്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കെമിസ്റ്റ് പ്ലേയുടെ ബോഡി വാഷ് ഒന്ന് ട്രൈ ചെയ്യാൻ. ഒറ്റയടിക്ക് ടാൻ മാറത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഒരു 30 ദിവസം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ അതോ ഇൻഫ്ലുവൻസേഴ്സ് വെറും തള്ളി മറിക്കപ്പെട്ട പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കി നോക്കാം. ഇനി മറ്റേ പുള്ളിക്കാരിനെ കരി സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിച്ചതിന്റെ കാര്യം എന്താന്ന് പറയാം. സെല്ലോടേപ്പ് കയ്യിലൊട്ടിച്ചൊന്ന് പുറത്തു പോയി വന്നാലോ? പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സൺസ്ക്രീൻ ഇവിടെ ഇട്ട് കൊടുത്തു, വേറൊരു സൺസ്ക്രീൻ ഈ ഭാഗത്ത് ഇട്ട് കൊടുത്തു. പ്ലിക്സിന്റെ പൈനാപ്പിൾ സൺസ്ക്രീൻ ഈ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. 3 സൺസ്ക്രീൻ കൂടി ഒരൊറ്റ കയ്യിലിട്ട് ഞാൻ കുറച്ചു നേരം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തന്നെ റിസൾട്ട് എന്താന്ന് നോക്കി. ആദ്യത്തെ 2 സൺസ്ക്രീന്റെ ഭാഗവും അത്യാവശ്യം നല്ല ടാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പ്ലിക്സ് സൺസ്ക്രീൻ തേച്ച ഭാഗത്ത് ടാൻ ഒട്ടും ഇല്ലാന്ന് തന്നെ പറയാം. ഈ ടെസ്റ്റിൽ പ്ലിക്സിന്റെ സൺസ്ക്രീൻ തന്നെ കേട്ടോ വിൻ ചെയ്തത്. പുള്ളിക്കാരി സെലോട്ടേപ്പ് കൂട്ടിച്ച് വെച്ചിട്ടാണ് സൺസ്ക്രീൻ ഒക്കെ തേച്ച് പോയത് പുറത്തേക്ക്. പക്ഷേ എന്താണെന്നറിയില്ല, പുള്ളിക്കാരിക്ക് അടിച്ച ടാൻ ഏതായാലും പുള്ളിക്കാരിന്റെ സെലോടേപ്പിലൊക്കെ ആയിട്ടുണ്ട്. സെലോടേപ്പിന് വരെ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സെലോടേപ്പിന് വരെ ടാൻ അടിച്ച് പോവാണ്. ഇൻഫ്ലുവൻസേഴ്സിലേക്ക് ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ പുള്ളിക്കാരിക്ക് കൊടുക്കണം. കാരണം ഒരു പ്രൊമോഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പക്കയായിട്ട് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ, അതായത് പ്രൊഡക്റ്റുകാർ പോലും ഇത്രയ്ക്ക് ആത്മാർത്ഥത കൊടുത്തിട്ടുണ്ടാവില്ല. കരിയൊക്കെ തേച്ച് ആൾക്കാരെ വിശ്വസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു ഡെഡിക്കേഷൻ ഒന്ന് വേറെ തന്നെയാണ്. അത് കരി തന്നെയാണോ എന്തോ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. എനിക്ക് മനസ്സിലാകാത്ത ഇവർ ഇമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പുറത്തേക്ക് വിടുമ്പോൾ ഓഡിയൻസ് ആയിട്ട് ഇത് കാണാനിരിക്കുന്നവർ എന്താ ചോറൊന്നും കഴിക്കാത്ത ഒണ്ണാക്കന്മാരാണെന്നാണോ ഇവരുടെ വിചാരം? തട്ടിപ്പാകാം, പക്ഷേ എങ്കിൽ ഇത്രയ്ക്ക് ചീപ്നെസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. ആ കൈ കണ്ട കരിവാരി തേച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങൾ അത് അത്രയ്ക്ക് പൊട്ടന്മാരാണോ? അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് ആർക്കും വേറെ മനുഷ്യന്മാർക്കൊന്നും ടാൻ എന്ന് പറയുന്ന സാധനം വരാറില്ലേ? ഞങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവില്ല എന്നാണോ വിചാരിക്കുന്നത്? കെമിസ്റ്റ് പ്ലേയുടെയും ബോഡി വാഷിന്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി എന്തോ തേച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു മനക്കെട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട്.